ആർത്തവക്ഷയെ യഥോചിതകാലാത് അദർശനാത് അൽപത യോനിവേദനാച്ച. സുശ്രുത സംഹിതയിൽ ആർത്തവക്ഷയം അഥവാ ഹൈപ്പോമെനോറിയയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണിത്. നമ്മളിൽ പല സ്ത്രീകളും സൈലൻ്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഈ ഹൈപ്പോമെനോറിയ. പലർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് പോലും അറിയില്ല. നോർമലി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ത്രീ 30 to 80 മില്ലി ബ്ലഡ് ഒരു പീരീഡ് സൈക്കിളിൽ പുറത്തു കളയണം. എന്നാൽ ഹൈപ്പോമെനറിക് ആയ ഒരു സ്ത്രീക്ക് 20 ml താഴെ ബ്ലഡ് മാത്രമേ ഒരു സൈക്കിളിൽ പുറത്തു പോവുള്ളൂ. നോർമലായുള്ളൊരു സ്ത്രീക്ക് 3 to 5 days ആണ് മിനിമം മെൻസ്ട്രൽ ഡേയ്സ് പറയുന്നതെങ്കിൽ ഹൈപ്പോമെനറിക് ആയ ഒരു സ്ത്രീക്ക് ലെസ് ദാൻ 3 days മാത്രമേ മെൻസ്ട്രേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്ന് വന്ന ചേഞ്ചസ് കാരണമോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണമോ ഒക്കെ ഹൈപ്പോമെനോറിയ സംഭവിക്കാം. PCOD, മാൽന്യൂട്രീഷൻ, യൂട്രൈൻ സ്കാരിങ്, അതുപോലെ തൈറോയിഡ് പ്രോബ്ലം ഇതൊക്കെ മറ്റൊരു കോസാണ്. ആദ്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾക്ക് മറ്റൊരു അസുഖവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആർത്തവം നോർമലാക്കും.